ഹായ്, തുമ്പിക്കുട്ടി വീണ്ടും വന്നു. അമ്മ വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്കും വായിക്കണം തോന്നി. ഇത് വായിച്ച് തുടങ്ങിയപ്പം മുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ ഗൗരിക്കുട്ടിയുടെ ചിത്രമായിരുന്നു. എൻ്റെ അനിയത്തിയെ ചുറ്റിലും എന്ത് കണ്ടാലും അതിനെക്കുറിച്ചൊരു 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടമുള്ള, ഷട്ടിൽ കളിക്കാൻ ഇഷ്ടമുള്ള, കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കുറുമ്പിക്കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ വായിക്കുന്നത്. പ്രജിത നമ്പ്യാർ എന്ന എഴുത്തുകാരിയുടെ കത്തുകൾ കഥ പറഞ്ഞ കാലം എന്ന പുസ്തകത്തിലെ ഒരു കഥയാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. നിങ്ങളും കേൾക്കണേ. ന്യൂട്ടൻ എന്തിനാ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ആർക്കെങ്കിലും അറിയുമോ? ഞാനൊരു 6ാം ക്ലാസ്സുകാരിയായിരുന്നു. നാട്ടിലെ മാപ്പിള സ്കൂളിൽ പ്രൈമറി ക്ലാസ് വരെ നല്ല സ്കൂളിൽ പഠിപ്പിച്ചിട്ട് പിന്നെ എന്തിനാ മക്കളെ ഈ സ്കൂളിൽ ചേർത്തത് എന്ന് പലരും കളിയാക്കിക്കൊണ്ട് അച്ഛനോട് ചോദിച്ചിരുന്നു. അന്ന് അച്ഛൻ അവരോടെല്ലാം പറഞ്ഞത്, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എവിടെ പോയാലും പഠിക്കും എന്നാണ്. ആ തീരുമാനം ഒട്ടും തന്നെ തെറ്റായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോവാത്ത സുഖമുള്ള കുറെ ഓർമ്മകൾ എൻ്റെ സ്കൂൾ എനിക്ക് തന്നു. ഒപ്പം നല്ല കൂട്ടുകാരെയും. ഞാൻ പഠനത്തിൽ ഒട്ടും തന്നെ മോശമായിരുന്നില്ല. സംശയങ്ങൾ ചോദിച്ച് ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കാനും എനിക്ക് ഇഷ്ടമായിരുന്നു. എങ്കിലും ഇടയിൽ ഞാൻ ഒപ്പിക്കുന്ന തല്ലുകൊള്ളിത്തരങ്ങൾ ടീച്ചർമാർക്കിടയിൽ മുഷിപ്പുണ്ടാക്കിയിട്ടുണ്ട്. എന്നെ അന്ന് സയൻസ് പഠിപ്പിച്ചിരുന്ന ക്ലാസ് ടീച്ചർ കൂടിയായ രമ ടീച്ചർ ആയിരുന്നു. ടീച്ചറിൻ്റെ ക്ലാസ് ഒട്ടും തന്നെ ബോറടിപ്പിക്കുന്നതായിരുന്നില്ല. ടീച്ചർ ഞങ്ങൾക്ക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് പഠിപ്പിച്ചു. കൂട്ടത്തിൽ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കാനുള്ള സാഹചര്യവും. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ അദ്ദേഹത്തിന് വെളിപാട് വന്നു എന്നാണ് ഞാൻ ആ കഥയിൽ നിന്ന് മനസ്സിലാക്കിയത്. സയൻസ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഇന്റർവെൽ ആയിരുന്നു. ശേഷം കണക്കു പീരീഡും. കണക്കു മാഷ് അവധിയായതിനാൽ ആ പീരീഡ് രമ ടീച്ചർ ഞങ്ങളെ ഗ്രൗണ്ടിൽ കളിക്കാൻ വിട്ടു. സന്തോഷത്തോടെ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. പെൺകുട്ടികളെല്ലാം കക്ക് കളിയിൽ മുഴുകി. ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിയിലും. ക്രിക്കറ്റിനോട് ഇത്തിരി കമ്പമുള്ളത് കൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ചു. 3ഉം 4ഉം ബോളുകൾ അടുപ്പിച്ച് വൈഡെറിയുന്ന ബോളറെയും ഡക്കിൽ ക്രീസ് വിട്ടുപോയ ബാറ്റ്സ്മാനെയും നോക്കി കളിയാക്കി ചിരിച്ചു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു തുടങ്ങി. ക്രിക്കറ്റ് കളിക്കണമെന്ന് അതിയായ മോഹമുണ്ട്. പക്ഷെ എങ്ങനെ ചോദിക്കും? പുതിയ സ്കൂൾ ആയതുകൊണ്ട് ആരെയും അത്ര പരിചയമില്ല. ഞാൻ വെറുതെ ചെറിയ കല്ലുകൾ എടുത്ത് മുകളിലേക്ക് എറിഞ്ഞു കളിച്ചു. കളിയിൽ രസം പിടിച്ചപ്പോൾ കല്ലിന്റെ വലിപ്പവും വേഗതയും ഇത്തിരി കൂടി. അവസാനത്തെ കല്ല് നേരെ ചെന്നു പതിച്ചത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സലിന്റെ തോളത്തായിരുന്നു. അവന്റെ വെള്ളക്കുപ്പായം മുഴുവൻ ചുവന്ന നിറമായി. ചോര നിൽക്കുന്നതേയില്ല. പാവം ചെറുതായി കരയുന്നുമുണ്ട്. ഏറുകൊണ്ടപാടേ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ എന്നെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എറിഞ്ഞയാളെ കണ്ടുപിടിക്കാൻ ആരും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. സ്റ്റാഫ് റൂമിൽ വച്ചുള്ള ടീച്ചർമാരുടെ ചോദ്യം ചെയ്യലും ഉപദേശവും സഹിക്കാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു. അല്ലേലും ഇവൾക്കിത്തിരി കുരുത്തക്കേട് കൂടുതലാ. പെൺകുട്ടികളായാൽ അടങ്ങിയിരിക്കണം. അറബി മാഷിന്റെ അഭിപ്രായം ചിലരൊക്കെ ഏറ്റുപിടിച്ചു. അഫ്സലിന്റെ മുറിവ് ഡെറ്റോൾ ഇട്ടു കഴുകി മരുന്ന് വെക്കുന്നതിനിടയിൽ വളരെ സൗമ്യതയോടെ രമ ടീച്ചർ എന്നോട് ചോദിച്ചു, എന്തിനാ കുട്ടി വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? നോക്ക്, എത്ര ചോരയാ പോയത്. ടീച്ചറെ, ഞാൻ ഗുരുത്വാകർഷണ ബലം പരീക്ഷിക്കുകയായിരുന്നു. എന്റെ ഉത്തരം കേട്ടപ്പോൾ രമ ടീച്ചർ ഒന്ന് ഞെട്ടി. അടുത്തു നിന്നിരുന്ന അറബി മാഷ് എന്നോട് ചോദിച്ചു, നീ ആരാ? ന്യൂട്ടന്റെ സഹോദരിയോ? ഞാൻ ഒരക്ഷരം മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അവിടെ വന്നുപോയിരുന്ന ടീച്ചർമാരെല്ലാം ഒരു കുറ്റവാളിയെ പോലെ എന്നെ നോക്കി. അഫ്സലിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഉള്ളിൽ ഇത്തിരി സങ്കടമുണ്ടായിരുന്നു, ഒരു ചെറിയ കുറ്റബോധവും. വീണ്ടും എന്നെ നോക്കിക്കൊണ്ട് ഇത്തിരി ദേഷ്യത്തിൽ രമ ടീച്ചർ പറഞ്ഞു, ശ്രദ്ധിക്കണം, ഇനി ആവർത്തിക്കരുത്. എന്തുകൊണ്ടോ ആ ഉപദേശം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എന്റെ മുഖം ചുവന്നു തൊടുത്തു. ടീച്ചറിന്റെ മുഖത്ത് നോക്കി ഞാൻ മറുപടി കൊടുത്തു, ടീച്ചറെ, ഈ ന്യൂട്ടൻ എന്തിനാ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത്? അയാളാണ് എല്ലാറ്റിനും കാരണക്കാരൻ. വെറുതെ എന്നെ വഴക്കു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരു കല്ലെടുത്ത ന്യൂട്ടന്റെ തലയ്ക്കെറിയേ.
പൊടുന്നനെ സ്റ്റാഫ് റൂമിൽ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. കലങ്ങിയ കണ്ണുമായി മുന്നിൽ നിന്നിരുന്ന അഫ്സലിന്റെ മുഖത്തും പുഞ്ചിരി വിടരുന്നത് എനിക്ക് കാണാമായിരുന്നു.